നിങ്ങൾ പൈൽസിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഇപ്പോൾ വയറ്റിന്ന് പോകുന്ന സമയത്ത് ബ്ലീഡിംഗ് ഉണ്ട്, നല്ല വേദന, പുകച്ചിൽ വരുന്നുണ്ട്, അല്ല എന്തോന്ന് തൂങ്ങി ഇറങ്ങി പോലെ ഉണ്ട് വയറ്റിന്ന് പോകുന്ന സമയത്ത്. അത് ചിലപ്പോൾ കൈകൊണ്ട് തിരിച്ചു വെക്കാൻ പറ്റും. ആദ്യമൊക്കെ തിരിച്ചു വെക്കാൻ പറ്റുന്നില്ലായിരുന്നു, പിന്നീട് തിരിച്ചു വെക്കാൻ പറ്റുന്നില്ല. ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? വയറ്റിന്ന് പോകാത്ത ബുദ്ധിമുട്ടുകൾ, ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് എല്ലാം തന്നെ പൈൽസിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഒന്നെങ്കിൽ പൈൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫിഷർ ആയിരിക്കും, അല്ലെങ്കിൽ ഫിസ്റ്റുല ആയിരിക്കും. ഇത്തരം ബുദ്ധിമുട്ടുകളായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ കംപ്ലീറ്റ് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഭാഗ്യ മാം ആണ്. Q&B ഹെൽത്ത് കെയർ കൊടുവള്ളിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. ഞാൻ നിങ്ങൾക്കൊരു വോയിസ് കേൾപ്പിച്ചുതരാം. നമ്മളെ ക്ലിനിക്കിൽ മുമ്പ് വന്നിട്ടുള്ള ഒരു പേഷ്യൻ്റെ റിവ്യൂ ആണ്. അവർ അത്രയ്ക്ക് ഹാപ്പി ആയിട്ടാണ് പറയുന്നത്. അതായത് അവർ 7 ദിവസം കൊണ്ട് നമ്മൾ അവരെ കൺസൾട്ടേഷൻ എടുത്ത് 7 ദിവസത്തിനുള്ളിൽ അവരെ ബ്ലീഡിങ് കംപ്ലീറ്റ് ആയിട്ട് നിന്നു, അവരെ വയറ്റ് നല്ല പോലെ പോകാൻ തുടങ്ങി, അവരെ വേദന നല്ല പോലെ മാറി എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കും ഇതുപോലെ തന്നെ മാറാം. നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേട്ടു വരും. മെഡിസിൻസ് യൂസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. കുറവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞില്ലായിരുന്നു ഉപ്പുവെള്ളം യൂസ് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു. അന്നേരം അത് ഞാൻ മെഡിസിൻ കിട്ടുന്നതിന് മുമ്പേ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അല്ലാതെ തന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും ടോയ്ലറ്റിൽ പോയാൽ തന്നെ ഞാനത് ഉപ്പ് ഇട്ട് വെള്ളം ചൂടാക്കിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ അത് ഭയങ്കര വേദനയാണ്. അപ്പോൾ അത് ചെയ്തപ്പോൾ ഒത്തിരി കുറവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബ്ലഡൊന്നും അത് കഴിഞ്ഞ് വന്നിട്ടേ ഇല്ല. അപ്പോൾ ഒത്തിരി മാറ്റമുണ്ട്. ഒരാഴ്ച ആയില്ല അവൾ കഴിക്കാൻ തുടങ്ങിയിട്ട്. മാറ്റമുണ്ട്. ഇപ്പം വലിയ ബുദ്ധിമുട്ടില്ല. താങ്ക് യു മാഡം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം കേട്ടോ. ഓക്കെ. നിങ്ങൾ ഈ വോയിസ് കേട്ടില്ലേ? 7 ദിവസത്തിനുള്ളിൽ നല്ല റിസൾട്ടാണ് അവർ കിട്ടിയത്. അതായത് ബ്ലീഡിങ് നിന്നിട്ടുണ്ട്, അവർ വയറ്റ് നല്ല പോലെ പോകാൻ തുടങ്ങി, വേദന മാറി, പുകച്ചിൽ മാറി, ഒരു ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ലാതായി എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ആ പൈൽസ് ഉള്ള രോഗി എത്തിയിട്ടുള്ളതെന്ന് നോക്കാം. ഡോക്ടറെ, ആദ്യം തന്നെ ഈ പേഷ്യൻറ്റിന് എന്താണ്, പൈൽസ് ആയിരുന്നോ അല്ലെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിരുന്നോ? പേഷ്യൻ്റ് വന്ന സമയത്ത് ആൾ പറഞ്ഞത് മെയിനായിട്ടും ടോയ്ലറ്റ് പോകുന്ന സമയത്ത് വേദനയായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചൊറിച്ചിലുണ്ടായിരുന്നു. പിന്നെ ചെറിയ രീതിയിലൊരു തടുപ്പും കാര്യങ്ങളൊക്കെ മലദ്വാരത്തിന് ചുറ്റുമായിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ആളുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ടോയ്ലറ്റ് പോകുന്ന സമയത്താണ്. ആൾക്ക് ടോയ്ലറ്റ് പോകാൻ തന്നെ ഭയങ്കര പേടിയായിരുന്നു. കാരണം ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ സഹിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ചിലപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു ഈ ഒരു ഇവാക്വേഷന് ശേഷമായിരിക്കും നമ്മളൊരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ ആ ഒരു ദിവസം പോയ പോലെയാണ്. കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു മൂഡി സ്ട്രെസ്ഡ് ആയി പോകും. അപ്പം ആ ഒരു പ്രശ്നത്തിന് മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മെഡിസിൻസ് കൊടുത്തപ്പം തന്നെ ആളുടെ മോഷനെല്ലാം നല്ല രീതിയിൽ തന്നെ ക്ലിയർ ആയി. പിന്നെ ചെറിയ രീതിയിൽ മാത്രമേ ഒരു തടുപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ചെറിയൊരു ഇൻഫ്ലമേഷനും കാര്യങ്ങളും കൊണ്ടാണ് അത് പതിയെ സമയം എടുത്തതങ്ങ് പോയി. ഓക്കെ. ഇവർക്ക് പൈൽസ് തന്നെ ആയിരുന്നു അല്ലെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടായിരുന്നോ? മെയിൻ ആയിട്ട് അവർക്ക് പൈൽസ് തന്നെയായിരുന്നു. കാരണം ഓൾറെഡി ചെറിയൊരു ടാഗ് പോലെ വന്നിട്ടുണ്ടായിരുന്നു, ചെറിയൊരു തടുപ്പ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ സ്റ്റേജുകളിലൊക്കെ ആണെങ്കിൽ ആൾക്ക് ഫിഷർ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളത് നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ പെട്ടെന്ന് കുറച്ച് വെള്ളം കുടിക്കും. അതായത് ഈ വന്ന സമയത്ത് ചെറിയൊരു അവിടെ ഒരു വിണ്ടുകീറൽ പോലെ, അതായത് മലദ്വാരത്തിന് ചുറ്റും ചെറിയൊരു വിണ്ടുകീറൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് പിറ്റേന്ന് ആൾക്ക് പ്രോപ്പറായിട്ട് ടോയ്ലറ്റ് പോകും. പിന്നെ വീണ്ടും ആളുടെ ഫുഡിൽ ഹാബിറ്റ്സിലൊക്കെ ചേഞ്ചസ് വരും. വീണ്ടും മോഷൻ കോൺസ്റ്റിപ്പേറ്റഡ് സ്റ്റേജിലോട്ട് പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് പതിയെ പതിയെ വന്നതാണ് ഈ പൈൽസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ. ഇപ്പോൾ ഈ പൈൽസ് ആണ് എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? ഇപ്പോൾ പലപ്പോഴുള്ള പ്രശ്നം അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്നതാണ് പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ് ശരിക്കും വ്യത്യാസം നമുക്ക് മനസ്സിലാവുക? അപ്പോൾ പൈൽസ് ആവുന്ന സമയത്ത് 2 രീതിയിൽ തന്നെ കാണിക്കാം. നിങ്ങളെ മലാശയത്തിനുള്ളിലായിട്ട് നിങ്ങൾക്ക് തടുപ്പ് കാണിക്കാം, നമുക്ക് കാണാൻ പറ്റില്ല. മലദ്വാരത്തിന് ചുറ്റുമായിട്ട് ഈ ഒരു ടാഗ് പോലെ കാണിക്കാം. പിന്നെ മലാശയത്തിനുള്ളിൽ നിന്നും ഈ ഒരു തടിപ്പ് പുറത്തോട്ട് തള്ളി വന്ന് നിൽക്കാം. ഈ ഒരു രീതിയിൽ തന്നെ പൈൽസ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഫിഷർ എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുണ്ടാകുന്ന ഒരു വിണ്ടുകീറലാണ്, അവിടുത്തെ സ്കിന്നിൽ വരുന്നൊരു പൊട്ടലാണ്. അതിൻ്റെ റീസൺ എന്താണ്? നമ്മുടെ വയറ്റിന്ന് പോകുന്നതൊക്കെ വളരെയധികം ടൈറ്റായി കഴിഞ്ഞാൽ, അതായത് നമ്മൾ കോൺസ്റ്റിപ്പേറ്റഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിലോട്ട് പോകുന്ന സമയത്താണ് ഈ ഫിഷർ കൂടുതലായിട്ടും വരുന്നത്. ഈ കോൺസ്റ്റിപ്പേഷൻ തന്നെയാണ് നിങ്ങൾക്ക് പൈൽസും ഉണ്ടാക്കുന്നത്. നമ്മൾ കൂടുതൽ പ്രഷർ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു സിരകളൊക്കെ പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മുടെ മലാശയത്തിനകത്തുള്ള സിരകൾ പൊട്ടുകയും അവിടെ നീർക്കെട്ടുണ്ടാകുകയും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് പൈൽസ് വരുന്നത്. ഫിസ്റ്റുല എന്ന് പറയുന്നത് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടീഷനാണ്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മലാശയത്തിൽ തന്നെയാണ്. ഈ ഒരു ഇൻഫ്ലമേഷൻ അവിടെ ഉണ്ടാവും. അവിടെ ഒരു കുരു പോലെ, ഒരു ബോയിൽ പോലെ ഇത് ഉണ്ടാകുകയും അതിനൊരു ടണൽ ഫോർമേഷൻ സംഭവിക്കുകയും അത് നമ്മുടെ ബട്ടക്സിൻ്റെ ഏതൊരു ഭാഗത്തായിട്ടും ഓപ്പണിങ് ചെയ്ത് വരികയാണ് ചെയ്യുക. ചിലപ്പം മലദ്വാരത്തിൻ്റെ കുറച്ച് വിട്ടിട്ടായിരിക്കാം. അപ്പോൾ ഇതാണ് ഫിസ്റ്റുല, നമുക്ക് കറക്റ്റായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പൈൽസും അതുപോലെ തന്നെ ഫിഷറും ആകുമ്പോൾ കൂടുതൽ അത് മലദ്വാരത്തിന് അടുത്ത് തന്നെയായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ ഈ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, ഈ 3 കാര്യങ്ങൾക്കും സെയിം ആണോ ഈ റീസൺസ് വരുന്നത്? അല്ലെങ്കിൽ കാരണങ്ങൾ സെയിം തന്നെയാണോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആണോ?
കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ്. ഒന്നാമത്തത് കോൺസ്റ്റിപ്പേഷൻ ആണ്. അപ്പം അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണത്തിനകത്ത് കൂടുതലായിട്ട് നാരുകൾ ഉൾപ്പെടുത്താത്തതും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ നമ്മുടെ ബോഡിയിൽ കീപ്പ് ചെയ്യാത്തതുമാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നത്. ഈ കോൺസ്റ്റിപ്പേഷൻ തന്നെയാണ് ഈ പൈൽസിലോട്ടും അതുപോലെ തന്നെ ഫിഷറിലോട്ടും ഒക്കെ ലീഡ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒട്ടുമിക്ക ആളുകൾക്ക് ഫിഷർ തന്നെയാണ് ഉണ്ടാവില്ല. പക്ഷെ അവർ നമ്മൾ എടുത്ത് വരുന്ന സമയത്ത് പറയുന്നത് എന്താണ്, എനിക്ക് പൈൽസ് ആണ്, അപ്പം ഇങ്ങനെ ഒരു തടുപ്പ് പോലെ ആയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയാറുണ്ട്. പക്ഷെ ചിലപ്പോൾ അത് ഫിഷറിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഇൻഫ്ലമേഷൻ വന്നിട്ട് അവിടെ നിന്ന് വീർക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങളൊരു സിക്സ് ബാത്ത് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ഓക്കെ ആവും. ഓക്കെ. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിന് വരുന്ന ഇപ്പോൾ പറഞ്ഞു നമ്മളെ ഫുഡ് ഹാബിറ്റാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പൈൽസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോൺസ്റ്റിപ്പേഷൻ ആണ് ഇതിനൊരു കാരണം എന്ന്. അപ്പോൾ അത് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. പലരും പറയുന്ന ഒരു പ്രശ്നമാണ്, എനിക്ക് ഭയങ്കര ബേണിങ് പുകച്ചിലുണ്ട്, അവിടെ എനിക്ക് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര പുകച്ചിലാണെന്ന്. ഈ ഫിഷറുള്ള ആളുകളും അതുപോലെ തന്നെ ഫിസ്റ്റുലേൻ്റെ കേസ് നോക്കുകയാണെങ്കിലും അവർക്ക് നല്ല പുകച്ചിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഈ ലാസ്റ്റ് ഡൈജഷൻ സ്റ്റേജ് കഴിഞ്ഞാലും ഈ ഒരു സ്പൈസസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ആ ഒരു മലത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ ഫിസ്റ്റുലുള്ള ആളുകൾക്ക് ഭയങ്കര പുകച്ചിലായിട്ടാണ് ഉള്ളിൽ കൂടി പോകുന്ന സമയത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സ്പൈസി ഫുഡുകൾ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ മല്ലി നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ മല്ലിപ്പൊടിയാണ് ഞാൻ പറയുന്നത്, പച്ചമല്ലി പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ പച്ചമല്ലിയിട്ട വെള്ളം നമുക്ക് കുടിക്കാം, പക്ഷെ മല്ലിപ്പൊടി കൂടുതലായിട്ട് യൂസ് ചെയ്യരുത്. പലരും പറയുന്നൊരു കാര്യമാണ് നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ല പൈൽസ് വന്നു, അവരുടെ ചിലപ്പോൾ ഒരു കാരണം ഈ സ്പൈസസ് ആയിരിക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ നോൺ വെജ് ഐറ്റംസ് നമ്മൾ കൂടുതലായിട്ടും പ്രോട്ടീൻസ് കഴിക്കുന്ന സമയത്ത് ഫൈബേഴ്സ് ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ചിക്കൻ തന്നെ കഴിക്കുന്ന ആളുകളുണ്ട്, അതിൻ്റെ കൂടെ സാലഡ്സോ ഫ്രൂട്ട്സോ ഒന്നും എടുക്കുന്നില്ല, വെള്ളം നന്നായിട്ട് കുടിക്കുന്നില്ല. അപ്പോൾ കൂടുതൽ പ്രോട്ടീൻസ് എത്തിക്കഴിഞ്ഞാലും അതും ഇങ്ങനെ ഒരു കോൺസ്റ്റിപ്പേഷനിലോട്ട് ലീഡ് ചെയ്യും. അത് കൃത്യമായിട്ടുള്ള അളവിൽ തന്നെ നിങ്ങൾ എടുക്കുക. അപ്പോൾ 1-2 പീസ് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഡെയിലി സ്ഥിരമായിട്ട് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഇതിങ്ങനെ കൂടുതലായിട്ട് വരുന്ന സമയത്താണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഓക്കെ. ഇപ്പോൾ നിങ്ങളും ഇതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് പൈൽസോ അല്ലെ ഫിഷർ ഫിസ്റ്റുല ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാം. കാരണം ഇത് പല ആളുകൾക്കും സർജറി പറഞ്ഞിട്ടുണ്ടാവുന്ന കേസ് പോലും നമുക്ക് ഈ പറഞ്ഞ പോലെ 5 മുതൽ 5 അല്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ റിസൾട്ട് കണ്ടിടുന്നുള്ളതാണ്. പല ആളുകളും ഇത് പറയാൻ മടിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ വളരെ മോശമായ കണ്ടീഷനിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും നിൽക്കേണ്ട, നിങ്ങൾ കൃത്യമായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹാർമോണിക്സ് നമ്മളെ പൈൽസിന് ഹെവി റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5 മുതൽ 7 ദിവസം വരെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഡിസിനൊക്കെ കൊടുത്തത് കൊണ്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഡോക്ടറുടെ കൺസൾട്ടേഷനും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഡോക്ടറെ, നമ്മളിപ്പം ഒരുപാട് ഇപ്പോൾ കേൾക്കുന്ന ഒരു വിഷയമാണ്, നമ്മൾ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നത് നമുക്ക് കൂടുതലായിട്ട് പൈൽസ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത്. അത് ശരിയാണോ? അതെ, കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, നമ്മുടെ ഒരു പെൽവിക് റീജിയൻ എന്ന് പറയുന്നത് കൂടുതലായിട്ട് പ്രഷർ അങ്ങോട്ടാണ് വരുന്നത്. നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ കൂടുതലായിട്ടും പ്രഷർ അങ്ങോട്ട് വരികയും ഈ മലാശയത്തിനകത്തുള്ള സിരകൾക്കൊക്കെ നീർവീക്കം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ പൈൽസ് എന്ന് പറഞ്ഞ അസുഖം, അതായത് ബസ് ഡ്രൈവേഴ്സ് അവരൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് നിങ്ങൾ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളിലൊക്കെ ഈ പ്രശ്നം കാണുന്നത്. ഓക്കെ. ഇപ്പോൾ അതിന് നമ്മളിപ്പോൾ സിറ്റിംഗ് ജോബ് എന്ന് പറഞ്ഞാൽ പല ആളുകളും ഇപ്പോൾ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് പൈൽസ് വരാതിരിക്കാൻ അവർ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മെയിനായിട്ടും ഇൻ ബിറ്റ്വീനൊക്കെ അവർ കുറച്ചൊരു മൂവ്മെൻറ്റ്സ് കൊടുക്കുക, ഒന്ന് എണീറ്റ് നിന്ന് നടക്കുകയൊക്കെ വേണം. അതുപോലെ തന്നെ അവർ രാവിലെയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കണം, എക്സസൈസ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഫുഡിലും അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഫൈബേഴ്സ് ഒക്കെ കുറഞ്ഞു പോകുന്നുണ്ടായിരിക്കാം. നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും കഴിക്കണം എന്നൊന്നുമില്ല. കാരണം നമ്മളെല്ലാവരും പഠിച്ചു വന്നിരിക്കുന്ന ഒരു കാര്യം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുക, രാത്രി അതുപോലെ തന്നെ ചോറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിക്കുക. ഇതിനകത്തോട്ട് നമ്മൾ കൂടുതലായിട്ട് നാരുകൾ വന്നിട്ടുണ്ടോ എന്നൊന്നും നോക്കുന്നവരല്ല നമ്മളിൽ പലരും. ഇനി മുതൽ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയാണ്. നേരത്തെ നമ്മൾ എന്തൊക്കെ കാരണങ്ങളാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും നമുക്ക് വീട്ടിൽ ഇപ്പോൾ പൈൽസ് ഉള്ള രോഗികൾക്ക് നമുക്ക് സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം വീട്ടിലുള്ള കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള, അതായത് സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കുമല്ലോ. അപ്പം കോൺസ്റ്റിപ്പേഷൻ ആവുന്ന സമയത്ത് നമ്മൾ അത് കുറയ്ക്കുകയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ മധുരക്കിഴങ്ങ് കഴിക്കുന്നതും നല്ല രീതിയിൽ ഇലക്കറികൾ, മുരിങ്ങേൻ്റെ ഇലയും ചേരേൻ്റെ ഇലയും ഒക്കെ കഴിക്കുന്നതൊക്കെ തന്നെ നിങ്ങളെ വയറ്റിൽ പോകുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് അത്തിപ്പഴം. ഒരു 2 അത്തിപ്പഴം നിങ്ങൾ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് പിഴിഞ്ഞിട്ട് ആ വെള്ളവും അത്തിപ്പഴവും കഴിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു മോഷനും അതുപോലെ തന്നെ ഈ പൈൽസിൻ്റെ ചെറിയ ചെറിയ ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഈ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം പുളി ഇല നന്നായിട്ട് കഴുകിയിട്ട് അത് നിങ്ങൾ കുറച്ച് എടുത്തിട്ട്
ഒരു 1-2 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു മോഷൻ ക്ലിയർ ആവുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാവുന്നതാണ്. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഇത്തരം പൈൽസുള്ള ആളുകൾക്ക് ഇപ്പോൾ ഒരു ഹാർമോണിക്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന റിസൾട്ട് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഹാർമോണിക്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് കൂടുതൽ വരുന്നത് മഞ്ഞൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ സെന്ന വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പെപ്പറാണ് വരുന്നത്. ഇത്തരം ഐറ്റംസുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മുടെ ബോഡിയിൽ നീർക്കെട്ട് കുറയ്ക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ മഞ്ഞളൊക്കെ നമ്മൾ ഒരുപാട് കാലം എടുക്കുന്നത് നമ്മുടെ അലർജി കണ്ടീഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ ശരീരത്തിൽ വരുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുമാണ്. അപ്പോൾ പൈൽസിൻ്റെ കേസ് തന്നെ നോക്കുകയാണെങ്കിൽ ഈ മലാശയത്തിനകത്തൊരു നീർക്കെട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം അത് നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യുന്നതിന് ഈ ഒരു ഹാർമോണിക്സ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ വയറ്റുനിന്ന് പോകാത്ത ആളുകൾക്ക് ഇത് ഹാർമോണിക്സ് കഴിച്ചാൽ വയറ്റുനിന്ന് പോകാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിനകത്ത് സെന്ന വരുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ നമുക്കൊരു ലാക്സറ്റീവ് എഫക്ട് തരുന്നതാണ്. അതുകൊണ്ട് ഇത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ കേസിലും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹാർമോണിക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈൽസിൻ്റെ പ്രശ്നങ്ങൾ പെട്ടെന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഡോക്ടറെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഡോക്ടറെ നമ്മളിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൈൽസ് ഉള്ള ആളുകൾക്കും ഈ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾക്കും നമ്മൾക്ക് ദിനം പ്രതി നമ്മൾ ചെയ്ത് പോരേണ്ട അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും? ലൈഫ് സ്റ്റൈൽ ഞാൻ നേരത്തെ പറഞ്ഞു, കൂടുതൽ നിങ്ങൾ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ കുറയ്ക്കണം, വെള്ളം നന്നായിട്ട് കുടിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് ഈ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകൾ, മൈദ കൊണ്ടുള്ളത് അതൊക്കെ ഒന്ന് കുറയ്ക്കുക. ചോക്ലേറ്റ്സ് ഒക്കെ കൂടുതൽ കഴിക്കുക, ബിസ്ക്കറ്റ്സ് ഒക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കി നിർത്തുക. പിന്നെ ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ വേദന, ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സിറ്റ്സ് ബാത്ത് ഫോളോ ചെയ്യുക. ഒരു ഡബിൻ്റെ അകത്ത് വെള്ളം എടുത്തിട്ട്, ചൂടുവെള്ളം എടുത്തിട്ട് കല്ലുപ്പൊക്കെ ആഡ് ചെയ്തിട്ട് അതിനകത്ത് ഇരിക്കുക. ഇത്തരം കാര്യങ്ങളാണ് നോർമലി പൈൽസ് പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ. അതായത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈൽസ് വരാതിരിക്കാനും അതുപോലെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ശരിക്കും ഒരു പൈൽസ് രോഗി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ സ്റ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് അവർക്ക് റിസൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും? നോർമൽ സ്റ്റേജ് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ ഒരു 1 വീക്കിൽ തന്നെ അവർക്ക് മാറ്റം മനസ്സിലാവും. കാരണം അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ടോയ്ലറ്റ് പോകാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. ടോയ്ലറ്റ് കാണുന്നതേ ചിലപ്പോൾ അവർക്ക് പേടിയായിരിക്കും. ആ പ്രശ്നം നമുക്ക് 1 വീക്കിൽ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തൂങ്ങി ഇറങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നല്ല വേദന ഉണ്ടാവും, എരിച്ചിലുണ്ടാവും, പുകച്ചിലുണ്ടാവും, ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സൊല്യൂഷൻ ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. പല സർജറി പറഞ്ഞിട്ടുള്ള കേസുകൾക്ക് നമുക്ക് സർജറി ചെയ്യാതെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്കൊരു വോയിസ് കേൾപ്പിച്ച് തന്നിരുന്നു ആദ്യം തന്നെ, അത് ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാം. അവർക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടായിട്ട് അവരുടെ ജീവിതം നല്ലപോലെ ബുദ്ധിമുട്ടായ സമയത്തായിരുന്നു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വെറും 7 ദിവസത്തിൽ തന്നെ റിസൾട്ട് കിട്ടി എന്നുള്ളതാണ്. അവരെ വയറ്റ് നല്ലപോലെ പോകാൻ തുടങ്ങി, അവർക്ക് ബ്ലീഡിങ് നിന്നിട്ടില്ല, അവരുടെ വേദന, എരിച്ചിൽ, പുകച്ചിൽ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി എന്നുള്ളതാണ്. നിങ്ങൾ ആ വോയിസ് ഒന്ന് കേട്ടു വരും. മെഡിസിൻസ് യൂസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞില്ലായിരുന്നു ഉപ്പുവെള്ളം യൂസ് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു. അന്നേരം അത് ഞാൻ മെഡിസിൻ കിട്ടുന്നതിന് മുമ്പേ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അല്ലാതെ തന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും ടോയ്ലറ്റിൽ പോയാൽ തന്നെ ഞാനത് ഉപ്പ് ഇട്ട് വെള്ളം ചൂടാക്കിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ അത് ഭയങ്കര വേദനയായപ്പോൾ അത് ചെയ്തപ്പോൾ ഒത്തിരി കുറവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബ്ലഡൊന്നും അത് കഴിഞ്ഞ് വന്നിട്ടേ ഇല്ല. ഇപ്പോൾ ഒത്തിരി മാറ്റമുണ്ട്. ഒരാഴ്ച ആയല്ലോ അവൾ കഴിക്കാൻ തുടങ്ങിയിട്ട്. മാറ്റമുണ്ട്. ഇപ്പം വലിയ ബുദ്ധിമുട്ടില്ല. താങ്ക് യു മാഡം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.